കുറവാണ്. അപ്പം കാർബൺ കേരളത്തിലുള്ള ആളുകൾ തന്നെ പൊള്ളാച്ചി അല്ലെങ്കിൽ കാങ്കയം അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയാണ് ഈ യൂണിറ്റ് തുടങ്ങുന്നത്. കേരളത്തിലുണ്ട് 2 യൂണിറ്റുകളുണ്ട്. അപ്പോൾ ആക്ടിവേറ്റഡ് കാർബൺ അതുപോലെ തന്നെ ചിരട്ടയിൽ നിന്ന് നമുക്ക് ഹാൻഡിക്രാഫ്റ്റ് ഐറ്റംസ്, കരകൗശല വസ്തുക്കൾ അറിയാലോ, അതൊക്കെ ചിരട്ട നമുക്ക് ഒരുപാട് ആലപ്പുഴ ജില്ലയിലൊക്കെ ചെയ്യുന്നുണ്ട് ആളുകൾ. ഇതേപോലെ പല ഇപ്പം എല്ലാം നാച്ചുറൽ പ്രോഡക്ട്സ് ആണ്. നമ്മൾ പ്ലാസ്റ്റിക് ഒക്കെ പരമാവധി ഒഴിവാക്കി നമ്മുടെ പ്രകൃതി എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്ട്സ് ആണ് ഇപ്പോൾ ആളുകൾക്ക് താല്പര്യം. അപ്പം അതിന് ഏറ്റവും പറ്റിയ ഒരു ഇതാണ് ചിരട്ട എന്ന് പറയുന്നത്. അതിന് അത്യാവശ്യം കട്ടിയുണ്ട്, നമുക്ക് അത്യാവശ്യം ഷേപ്പൊക്കെ ആകാനായിട്ട് ഇപ്പോൾ കരകൗശല വസ്തുക്കൾക്ക് നല്ല ഡിമാൻഡാണ് ചിരട്ടയിൽ നിന്നുള്ള. അതിന് പ്രത്യേക ട്രെയിനിങ്ങിട്ട് നമ്മൾ സിറ്റിയായിട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇതായിട്ടല്ല, മറ്റാളുകളുമായിട്ട് ക്ലബ് ചെയ്ത് ട്രെയിനിങ്ങുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കയർ ഉൽപ്പന്നങ്ങൾ തൊണ്ടിയിൽ നിന്ന്, അപ്പോൾ കയറിൻ്റെ ട്രെയിനിങ് ഒക്കെ നമുക്ക് കോലക്കോടാണ് അതിനകത്ത് നൽകുന്നത്, അവരുടെ കീഴിലാണ് വരുന്നത്. അപ്പം ബാക്കിയെല്ലാം നമ്മൾ ട്രെയിനിങ്ങുകൾ കൊടുക്കുന്നുണ്ട്. ചിരട്ടയുടെ ഉൽപ്പന്നങ്ങൾക്ക് ട്രെയിനിങ് ആയിട്ടല്ല, അത് മെഷീനറി ഓപ്പറേഷനാണ്. നമ്മൾ ആ ഒരു മെഷീൻ വാങ്ങി ഇൻസ്റ്റാൾ ചെയ്താൽ നമുക്ക് അതിന് ചെയ്യാൻ പറ്റും. നമുക്കൊരു ട്രെയിനിങ് എന്ന തരത്തിൽ നമ്മളങ്ങനെ ചിരട്ട ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നില്ല. കൂടുതലും ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കാണ് ട്രെയിനിങ് കൊടുക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ പറയാൻ വിട്ടുപോയ നേരത്തെ സാർ പറഞ്ഞ പോലെ പൊങ്ങ്, വളരെയധികം പോഷക മൂല്യമുള്ള ഒരു പ്രോഡക്റ്റാണ് പൊങ്ങ് എന്ന് പറയുന്നത്. അത് അതിൻ്റെ സാധ്യതകളും ഇതുപോലെ ആരും യൂസ് ചെയ്ത്, അതായത് കർഷകരൊക്കെ സാധാരണ നേരിടുന്ന ഒരു പ്രശ്നം, തേങ്ങ നമ്മൾ കൂട്ടിയിട്ട് തേങ്ങയൊക്കെ നമ്മൾ ഹാർവസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കൂട്ടിയിട്ട് കഴിയുമ്പോൾ കുറേ നാൾ കഴിയുമ്പോൾ ഇത് വിറ്റ് പോയില്ലെങ്കിൽ മുളയ്ക്കും അല്ലേ, മുളച്ച് പൊങ്ങാവും, അതിനകത്ത് പൊങ്ങ് രൂപപ്പെടും. നമ്മൾ മുളച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം യൂസ് ചെയ്യാൻ പറ്റത്തില്ല, കളയും ചിലവർ. 1-2 പൊങ്ങ് കഴിക്കാന്നല്ലാതെ. പക്ഷെ നമ്മൾ പൊങ്ങിൻ്റെ വില അന്വേഷിച്ചിട്ടുണ്ടോ നിങ്ങള്? നമുക്കിപ്പോൾ നല്ലതാ അത് നല്ലതാ. നമുക്ക് കറികൾ സ്റ്റൂ ഉണ്ടാക്കാൻ നല്ലതാ. വീടുകളിലൊക്കെ ഉണ്ടല്ലോ അതുപോലെ പൊങ്ങ്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ കുറച്ച് പഠനങ്ങൾ നടത്തി ഈ പൊങ്ങ് എങ്ങനെ. അപ്പൊ ആളുകൾ ഒരുപാട് പേര് ചോദിച്ചു വരുന്നുണ്ട് പൊങ്ങ് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചത്. നമ്മൾ അത് ഒരു വ്യവസായമായിട്ട് തുടങ്ങാനല്ല, കർഷകർക്കൊക്കെ അവരുടെ ഈ മുളച്ചു പോകുന്ന തേങ്ങ അതെന്താ ചെയ്യേണ്ടത്, അതിനകത്ത് പൊങ്ങുണ്ട്, പക്ഷെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല, അത് കളയാനേ പറ്റും. അതൊക്കെ ഒരു എൻക്വയറീസ് ഒരുപാട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് കറികളിൽ എത്ര ഒരു കൂടി പോയ 5-6 തേങ്ങയുടെ പൊങ്ങെടുത്ത കറി ഉണ്ടാക്കാം. പക്ഷെ അതിൽ കൂടുതലാണ് എന്താ ചെയ്യുന്നത്. അപ്പൊ നമുക്കത് എങ്ങനെയെങ്കിലും അതിനെ ഒന്ന് പ്രോസസ് ചെയ്ത് എന്തെങ്കിലും കേടാകാതിരിക്കുന്ന തരത്തിലാക്കണം അല്ലേ, അതല്ലേ അതിൻ്റെ ഒരു. അപ്പൊ നമുക്ക് പൊങ്ങ് പൊടിയുണ്ട്, നമ്മുടെ ടെക്നോളജി നമ്മുടെ പൊങ്ങ് അത് ഡ്രയറിന്റെ സഹായത്തോടെ ഉണക്കി പൊടിയാക്കി നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരു ഹെൽത്ത് മിക്സ് പോലെ. അത് ഈ പൊങ്ങിനകത്ത് പ്രോട്ടീൻ ധാരാളം അടങ്ങിയിട്ടുണ്ട്. പ്രോട്ടീനും 4 ഫൈബർ, നമ്മുടെ ഡയറ്ററി ഫൈബർ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ നല്ലതാണ്. കുട്ടികൾക്കും നല്ല, മുതിർന്നവർക്കും നല്ലതാണ്. അപ്പം അത് ഒരു നമ്മൾ വാനില ഫ്ലേവറൊക്കെ ചേർത്ത് ഒരു പൗഡർ ഫോമിൽ പ്രോസസ് ചെയ്യാൻ നല്ലതാണ്. അപ്പം അതിൻ്റെ പ്രോഡക്ട്സിൻ്റെ ഫോട്ടോസ് ഒക്കെ കാണിക്കണം. നമ്മൾ പൊങ്ങ് പൊടി, അതേപോലെ തന്നെ പൊങ്ങ് ക്യാൻഡി, പിന്നെ പൊങ്ങിൻ്റെ നീരെടുത്ത ഐസ്ക്രീം, ഇങ്ങനെയുള്ള ഉൽപ്പന്നങ്ങൾ. ഇപ്പോൾ പൊങ്ങിനൊക്കെ ഇപ്പോൾ നമ്മുടെ ലുലു പോലത്തെ മാളുകളിലൊക്കെ ഉണ്ട് മുളച്ച് തേങ്ങ. നല്ല വിലയാണ്. ഒരു തേങ്ങ 100 രൂപയ്ക്ക് അടുത്താണ് അവർ വാങ്ങുന്നത് ആ മുളച്ച തേങ്ങയ്ക്ക്. അതുപോലെ നമ്മുടെ റോഡ് സൈഡിൽ ഹൈവേസിലൊക്കെ കൊടുക്കുന്നുണ്ട്. അത് ഒരു പൊങ്ങിന് 60-70, തമിഴ്നാട്ടിലൊക്കെ ചെന്നാൽ 150, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ റേറ്റ് ഉണ്ട്. അപ്പോൾ പൊങ്ങ് വളരെ ഗുണമുള്ളതാണ്. കാരണം ആ പോഷകങ്ങൾ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ആ തേങ്ങയ്ക്ക് മുളയ്ക്കാൻ ആവശ്യമായ എല്ലാ പോഷകങ്ങളും അതിനകത്തുണ്ട്. തേങ്ങാവെള്ളത്തിൽ നിന്നും പാമ്പിൽ നിന്നുമുള്ള പോഷകങ്ങൾ എടുത്താണിത് രൂപപ്പെടുന്നത്. അപ്പോൾ അത് വളരെ ഗുണമുള്ള ഒരു പ്രോഡക്റ്റാണ്. വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് സൂക്ഷിക്കാം, അത് നല്ലതാണ്. അതിന് പൊങ്ങ് പൊടി ഇച്ചിരി എസൻസ്, വാനില എസൻസ് ഒക്കെ ചേർക്കുവാണെങ്കിൽ നല്ലതാണ്, കുട്ടികൾക്കൊക്കെ നല്ലതാണ്. മതി വെയിലത്ത് ഉണക്കി അതിനൊരു കളർ ചേഞ്ച് വരും, അതേ ഉള്ളൂ. പക്ഷെ ഡ്രയറിലാണെങ്കിൽ അത് വരില്ല. വെയിലത്ത് ഉണക്കി ഒരു ബ്രൗൺ നിറമാകും, അതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ വീട്ടാവശ്യത്തിന് അത് ഓക്കെയാണ്. നമ്മുടെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അത് പറ്റത്തില്ല. നമുക്കൊരു കുറച്ചുകൂടെ
വെളിച്ചെണ്ണയിൽ നമുക്ക് പ്രധാനമായിട്ടും നമ്മുടെ കേരളത്തിലുള്ള ഒരു ഭക്ഷ്യ എണ്ണയായിട്ടാണ് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണയിൽ ലോറിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഘടകം, ലോറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ഫാറ്റി ആസിഡാണ്. അത് നമ്മളുടെ സാധാരണ രീതിയിൽ അമ്മമാരുടെ മുലപ്പാലിൽ ധാരാളം കണ്ടുവരുന്ന ഒന്നാണ് ലോറിക് ആസിഡ് എന്ന് പറയുന്നത്. ചെറിയ കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി കൊടുക്കുന്നു. അപ്പോൾ ഈ ലോറിക് ആസിഡ് നമ്മുടെ ശരീരത്തിൽ ചെല്ലുവാണെങ്കിൽ നമുക്ക് രോഗപ്രതിരോധ ശേഷി കിട്ടും. അതുപോലെ